അല്ലാഹുവിനെപ്പറ്റി നിങ്ങൾക്കറിയുന്തോറും അവന്റെ ഗുണങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും നാമങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയുന്തോറും അവൻ മുൻപ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഖുർആനിലെ അത്ഭുതങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും നിങ്ങൾ വായിക്കുന്തോറും അല്ലാഹുവിനോടുള്ള നിങ്ങളുടെ ഭയം കൂടും. അതോടെ നിങ്ങൾക്ക് കൂടുതൽ അച്ചടക്കമുള്ളവനാവാൻ തോന്നും. കാരണം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ യജമാനനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ, കോളേജിൽ, ജോലിയിൽ. പക്ഷേ അതൊന്നും പലപ്പോഴും നമ്മളെ മികച്ച മനുഷ്യരാക്കുന്നില്ല. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അത് വെറുമൊരു പുസ്തകമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ടു പോകേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു വഴികാട്ടിയാണ്. അല്ലാഹുവിന്റെ അസ്തിത്വം, അവന്റെ ഏകത്വം, അവന്റെ ശക്തി, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഭയം ഉടലെടുക്കുന്നത്. മൂസാ നബിയുടെ വടിയെ പാമ്പാക്കിയതും മറിയം ബീവിക്ക് ഈന്തപ്പഴം നൽകിയതും ഗുഹയിൽ 300 വർഷം ഉറങ്ങിയ യുവാക്കളുടെ കഥയുമെല്ലാം അല്ലാഹുവിന്റെ മഹത്വത്തിന് ഉദാഹരണങ്ങളാണ്. ഈ കഥകളും അത്ഭുതങ്ങളും അറിയുമ്പോൾ അറിവ് കൂടുന്തോറും അല്ലാഹുവിനോടുള്ള ഭയവും കൂടുന്നത് സ്വാഭാവികമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുവിനെ അവന്റെ ദാസന്മാരിൽ നിന്ന് യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ്. ഈ വചനത്തിൽ അല്ലാഹു ഊന്നിപ്പറയുന്നത് പണ്ഡിതന്മാരെപ്പറ്റിയാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. അറിവാണ് പണ്ഡിതന്മാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അല്ലാഹുവിന്റെ ഈ വചനം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവിനെ അവന്റെ ദാസന്മാരിൽ നിന്ന് യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിവ് കൂടുന്തോറും അല്ലാഹുവിനോടുള്ള ഭയവും കൂടും. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം സ്വയം നശിപ്പിക്കുന്ന പല കാര്യങ്ങളും അല്ലാഹു ഖുർആനിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രതികൂലമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മൾക്കിഷ്ടപ്പെട്ട ആളുകൾ, നമ്മളെക്കാൾ വലിയ ആളുകൾ, നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മളതനുസരിക്കും. അവരത് ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മളതനുസരിക്കണ്ടേ? അതാണ് അച്ചടക്കം. അതാണ് ഭയം. ഈ ഭയം നമ്മളെ നയിക്കുന്നത് നല്ല കാര്യങ്ങളിലേക്കാണ്. അതുപോലെ അല്ലാഹു ഹറാമാക്കിയൊരു കാര്യമാണ് പോൺ ആൻഡ് മാസ്റ്റർബേഷൻ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യമായിരിക്കാം അതിന് അഡിക്റ്റാക്കിയിരിക്കുക. ഈ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ കാരണം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ ലോകത്തെവിടെയായാലും ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാഹു ഈ കാര്യങ്ങളെ വേണ്ട എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നതുകൊണ്ടാണ്. ഇതൊരുപാട് ആളുകൾക്ക് ഇന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങളിതിൽ തനിച്ചല്ല. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 3000-ൽ-അധികം ആളുകളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോഗ്രാം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാനും നല്ലൊരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകൂ. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പോൺ, മാസ്റ്റർബേഷൻ അഡിക്ഷൻ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടോ? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കൂ. നിങ്ങളിൽ ആർക്കാണോ കല്യാണം കഴിക്കാൻ കഴിവുള്ളത് അവർ കല്യാണം ചെയ്യട്ടെ. കല്യാണം കഴിക്കുന്നത് ഒരുപാട് നന്മകൾ കൊണ്ടുവരും. കാരണം നമ്മുടെ മനസ്സും കണ്ണുകളും തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതെ ഈ അഡിക്ഷനുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കാരണം ഉടൻ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഈ അഡിക്ഷൻ കാരണം ബുദ്ധിമുട്ടുമ്പോൾ എന്തെങ്കിലും മെഡിസിനോ മറ്റു എളുപ്പവഴികളോ തേടണോ? ഒരിക്കലുമല്ല. അതിനെക്കുറിച്ചും നബി കൃത്യമായൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അതിന് കഴിവില്ലെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ. നോമ്പ് അവർക്കൊരു പരിചയാണ്. നോമ്പെന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം ഒഴിവാക്കുന്നതല്ല, അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കും. നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും ഈ പോൺ അഡിക്ഷനിൽ നിന്ന് അകറ്റി നിർത്താൻ നോമ്പ് സഹായിക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമയോടെ കാത്തിരിക്കുക. നോമ്പെടുത്ത് നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുക. നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അവിടുത്തെ കാലാവസ്ഥയോ ജോലിയുടെ തിരക്കോ കാരണം തുടർച്ചയായി നോമ്പെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഒരു വലിയ സഹായമാകും. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാമിൽ ചേരാം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വിജയം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.